ചാവക്കാട് നമ്മളായിട്ട് ഒരു ടീമിനോട് പറഞ്ഞിരുന്നു ഒരു സ്ക്രാപ്പ് കുറക്കാനേ. അപ്പോൾ അവർ വണ്ടിയായിട്ട് വരും, നമ്മൾ സ്ഥിരം അവിടെ കൊടുക്കാറുള്ളതാണ്. അർബാനിന് മേലെ കയറ്റാൻ പറ്റില്ലല്ലോ, താഴേക്ക് ഇറക്കിയിട്ട് വേണം. പക്ഷെ അർബാൻ ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലടാ. കിണ്ടിയും കോളാമൊന്നും വേണ്ട, അതൊക്കെ ആവശ്യമുള്ളതാ. എന്തേ അത് ഇറങ്ങിക്കോളും. അതൊക്കെ എടുത്താ, സൈക്കിൾ എടുത്താ. സൈക്കിൾ ചെക്കനില്ല ഇവിടെ, ചെക്കനെല്ലാം പാക്കുന്നു, അതിന് കുഴപ്പമില്ല. അത് കേടായതാ. അപ്പോൾ അവൻ വലുതായില്ല, അവന് വേറെ സൈക്കിൾ മേടിച്ചു കൊടുക്കാം. അർബാന, പഴയ മോട്ടറിൻ്റെ കവറ്, കസാരകൾ, വയറുകൾ, കേബിള്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വല്ലതുണ്ടോ? അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇത് DYFIയുടെ പിള്ളേരെത്തിയിട്ടുണ്ട് കേട്ടോ. അവർ ഈ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് 25 വീടൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് സ്ക്രാപ്പ് എടുക്കാൻ വരുന്നു എന്നല്ല പറഞ്ഞിരുന്നു. അത് ഞാൻ വന്ന് നോക്കി എന്നാലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ അത്യാവശ്യം സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മൾ മുമ്പ് ഒരു ടീമിന് കൊടുക്കാൻ വേണ്ടി മാറ്റിച്ചിരുന്നേ. അവർ ഇന്ന് വരെ നാളെ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണം ഇവർക്കാണ് അതിൻ്റെ ഇത് കിട്ടി. നമുക്ക് ആ പിള്ളേരൊന്നും പരിചയപ്പെടാൻ എന്തായാലും. നമ്മളെ ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കൊടുത്ത സാധനങ്ങളാണ്. ഒരു പഴയ അർബാനിൻ്റെ അത്യാവശ്യം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കൊടുത്താട്ടാ. മോൻ്റെ ഒരു സൈക്കിൾ വരെ ഉണ്ട്, പഴയ സൈക്കിൾ, അതുവരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പരിചയപ്പെടാം. റംഷാദ് ഇതാ അനിയൻ്റെ വേറെ എന്തൊക്കെ സാധനങ്ങൾ അനിയൻ വേറെ കൊണ്ടുവരുന്നുണ്ട്. റംഷാദ്, അപ്പോൾ ഇതിപ്പോൾ എത്ര ദിവസം പരിപാടി? ഇന്നലെ ഇന്നോ? ആ, നാളേക്ക് ഇറങ്ങും ചെയ്യും. ആ, നിങ്ങളിപ്പോൾ ഭാരവാഹിത്തിൽ? റംഷാദ് ഇവിടുത്തെ യൂണിറ്റിൻ്റെ ഭാരവാഹിയാണ്. ഞാൻ മേഖല ട്രഷറാണ് DYFIയുടെ. പേരൊന്ന് പറഞ്ഞോ? എൻ്റെ പേര് നമ്മളറിയാൻ തന്നെയാണ്. എന്നാലും റംഷാദിനെ സഹായി. അപ്പുറത്ത് നമ്മളെ പ്രണവ് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് അവൻ്റെ വേറെ അനിയൻ്റെ ബക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ. അപ്പോൾ വയനാട്ടിൽ 25 വീടുകൾ ആദ്യം നിർമ്മിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ DYFI. പിന്നെ അതിൻ്റെ കീഴിൽ AS വന്നിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് ഒരു 100 വീട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഏറ്റവും വലിയൊരു സന്തോഷകരമായ വാർത്ത, റിപ്പോർട്ടർ TV എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അവർ 150 ഏക്കറും പിന്നെ ഒരു 15 സെൻറ്റ് വെച്ചിട്ട് ഒരു കുടുംബത്തിന് 3 ബെഡ്റൂമിൻ്റെ വീടും ഒക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടർ TV വന്നിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞ ആൾക്കാർ വേറെയും കുറേയൊക്കെ വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ സന്നദ്ധ സംഘടനകൾ, എല്ലാ പാർട്ടിയിലും പെട്ട, DYFI ആയാലും മറ്റേ യൂത്ത് കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ BJP ആയാലും ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളും വന്ന് അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കുണ്ടാവണ പോലെ നമ്മൾ നോക്കുക. നമ്മളിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കും നമ്മൾ ചെറിയ ഫണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്കൊക്കെ നമുക്കുണ്ടാവണ പോലെ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇവരിങ്ങനെ വന്നപ്പോൾ ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. കാരണം മുമ്പും ഇവർ ഇതേപോലെ കടലിൽ കിടക്കുന്ന കുപ്പികളൊക്കെ പറക്കിയെടുത്തിട്ട് കഴിഞ്ഞ പ്രളയത്തിൽ നല്ല എത്രയോ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടാണ് ജനങ്ങൾക്ക് സഹായമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആര് ചെയ്താലും വളരെ നല്ല മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളവിടുത്തെ DYFIയുടെ 4 പിള്ളേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വേറെ ലോഡ് കൊണ്ട് ഇറക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ പ്രണവ്, നിന്നെ മാത്രമേ വീഡിയോ പെടാത്തുള്ളൂ. ഓക്കെ, അത് ശരി. നിൽക്കണം.